ഹലോ, ഇന്ന് നമുക്ക് കൂർഗ് സ്പെഷ്യലായ പത്രയുടെ റെസിപ്പി കാണാം. അപ്പം നമുക്ക് ആദ്യം തന്നെ അരി കുതിർത്താൻ വെക്കാം. ഒരു 3-4 മണിക്കൂർ. അതായ ശേഷം നമുക്ക് അരി നന്നായിട്ട് കഴുകിയെടുക്കാം. നമുക്കിനി അത് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇല നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതാണ് കേട്ടോ പത്രയുടെ ഇല. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അതായ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ ശേഷം ഞങ്ങളിപ്പോൾ മിക്സാക്കി വെച്ച മാവുണ്ടായല്ലോ, അതിലേക്ക് ഈ ഇല അരിഞ്ഞത് നന്നായിട്ട് ആഡാക്കിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കുറുക്കണം. അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. കുറുക്കിയ ശേഷം ഞങ്ങളിങ്ങനെ ചൂടോട് തന്നെ ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് അത് വേവാൻ വെക്കണം. ഒരു അരമണിക്കൂർ നന്നായിട്ട് വേവാൻ വെക്കണം. അപ്പോൾ അത് വേവുന്ന സമയം നമുക്ക് മസാല റെഡിയാക്കണം. അപ്പോൾ അതിലേക്ക് അരമുറി തേങ്ങ അത് നന്നായിട്ട് വറുത്തെടുക്കുക. അതിലേക്ക് കരിവേപ്പില, പെരുംജീരകം, ജീരകം, പിന്നെ ഉലുവ, കുരുമുളക്, ഉഴുന്ന്, കുറച്ച് പച്ചരി, പട്ട, ലവങ്ക, വെളുത്തുള്ളി, ഉള്ളി, കരിവേപ്പില ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ആഡാക്കിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതേപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്ത ശേഷം കുറച്ച് ചിക്കൻ മസാല അതും കൂടി ആഡാക്കിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ അറിയാലോ, അങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്ത ശേഷം നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അങ്ങനെ ഒരു മസാല റെഡിയായി. അതായ ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് ഒരു ഉള്ളി, ഒരു തക്കാളി, പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി തക്കാളി നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ആഡാക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ആഡാക്കാം. എന്നിട്ട് പുളിവെള്ളം ആഡാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് കുറച്ച് നല്ല തിളയ്ക്കാൻ വെക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡാക്കി കൊടുക്കുക. അങ്ങനെ നന്നായി തിളച്ച ശേഷം ഞങ്ങൾ നേരത്തെ ആക്കി വെച്ച ബോൾസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് നമുക്ക് ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. അങ്ങനെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സായി നമ്മുടെ കൂർഗ് സ്പെഷ്യൽ പത്രയുടെ റെസിപ്പി റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെ ഇത് നമുക്കിനി കഴിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.